സന്ധ്യേ, മൊബൈൽ അടുത്തുണ്ടായിരുന്നില്ലേ? ഇല്ല. അന്നൊക്കെ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുമ്പോഴായിരുന്നു പേടി. എന്നാൽ ഇപ്പോഴൊക്കെയോ റിംഗ് ആയിട്ട് നീ ഫോൺ എടുക്കാതിരിക്കുമ്പോ പേടിയാവുന്നു. ആദ്യോട് പറയാൻ പറഞ്ഞില്ലേ, പറഞ്ഞോ നീ? എനിക്ക് അസുഖം ഉണ്ടെന്ന് അറിയുന്നതിനേക്കാളും ഞാൻ ഇനി ഉണ്ടാവില്ല എന്നറിഞ്ഞാ അതവൾക്ക് സഹിക്കാൻ പറ്റില്ല. എല്ലാം പറഞ്ഞ് അവളെ കൂടി വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. നീ ഡോക്ടറെ പോയി കണ്ടില്ലെന്നും കേട്ടല്ലോ. മരുന്ന് സമയം നീട്ടിത്തരും, എനിക്ക് ആയുസ് നീട്ടിത്തരാൻ പറ്റില്ലല്ലോ. എത്രയൊക്കെ തന്നെ നമ്മൾ മുറുകെ പിടിച്ചു വെച്ചാലും പോകേണ്ട സമയത്തത് പോവുക തന്നെ ചെയ്യും. Don't worry. ഹായ് ഡാഡ്. ഹായ് മോളെ. എന്താ മമ്മ ലെക്ചർ തന്നോണ്ടിരിക്കുക? ഡാഡി എത്താൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നോ? വേഗം വരണേ ഡാഡി. വരുമ്പോഴേ ചോക്ലേറ്റ് വാങ്ങിച്ചോണ്ട് വരണേ. മുഴുവനും നമുക്ക് മമ്മയെ കൊണ്ട് തീറ്റിക്കാം. മമ്മ കുറച്ചുകൂടെ തടിക്കാനുണ്ട്. അല്ലെങ്കിലേ ഇനി ഒരുപാടങ്ങ് മെലിഞ്ഞ് ഞാനാണ് അമ്മ എന്ന് വരെ പറയിപ്പിക്കും. നീ ഇതുവരെ പോയില്ലേ? എന്റെ അമ്മേ, ഞാനിത് ഇറങ്ങാൻ നിക്കുക. കാറ് സ്റ്റാർട്ട് ആവുന്നില്ല, ബാറ്ററി ഡൗൺ ആയിന്നാ തോന്നുന്നത്. ഞാൻ ടാക്സി എടുത്താ പോന്നെ. പിന്നെ ഈവനിങ് വന്നിട്ട് എന്നെ പിക്കപ്പ് ചെയ്യണം. ഓക്കെ? ശരി, ഓക്കെ. ബൈ ഡാഡ്. വൺ മോർ തിങ് മമ്മ, അകത്തേക്ക് വരുമൊന്നും വേണ്ട. പാർക്കിങ്ങിൽ എത്തിയിട്ട് എന്നെ ഫോൺ ചെയ്താൽ മതി. എന്റെ കണ്ടീഷനാണോ? യു മസ്റ്റ് ഫോളോ മൈ കണ്ടീഷൻ. ബൈ ഡാഡി. See you മോളെ. ഇപ്പൊ കണ്ടില്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാ അവളുടെ സന്തോഷം കൂടി ഇല്ലാതാക്കുന്നത്? ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവൾ അറിഞ്ഞോളും. ഞാൻ ഇല്ലാതായി കഴിഞ്ഞ് മാത്രമേ അവളത് അറിയാൻ പാടുള്ളൂ. Shivaya. Om Namah 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 Shivaya.
എന്റെ അനുജത്തിയെ എനിക്കിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങയുടെ അനുഗ്രഹം അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കണേ ദൈവമേ. അത്രയും വേദനയോടെ സംസാരിച്ച എന്റെ അനുജത്തിയുടെ ശബ്ദം ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അവൾക്കും അവളുടെ കൂടെയുള്ളവർക്കും ഒരു കുറവും വരുത്താതെ നീ നോക്കിക്കോണേ ഈശ്വര. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. സന്ധ്യ, എന്നെന്നും നീ സന്തോഷത്തോടെ ജീവിക്കണം. ഒരിക്കലും വിഷമിക്കാനും വേദനിക്കാനും പാടില്ല. ഈശ്വര, എന്റെ അനുജത്തിക്ക് ഒരു കുറവും വരുത്തരുത്. ഈശ്വര, 100 കുടം വെള്ളം ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. ഇത് 101ാമത്തേതാ. ഇതും കൂടി ഒഴിക്കാനുള്ള ശക്തി തരണേ. എന്നെ താഴെ വീഴിക്കരുതേ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ. മോളെ, തിരുമേനി, കത്തിക്കൊണ്ടിരുന്ന ദീപം അണഞ്ഞു പോയി. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ. ഗംഗാദേവിയെ തലയിൽ ചുമക്കുന്ന ആ മഹാദേവന്റെ ശിരസിലേക്ക് ഗോദാവരി ജലം അർപ്പിച്ചിരിക്കുകയല്ലേ. നിവേദനം അർപ്പിച്ച ഭക്തയുടെ പ്രാർത്ഥന മനസ്സിലാക്കാൻ പറ്റാത്ത വിധം കഠിന ഹൃദയക്കാരനാണോ ആ ദൈവം? എഴുന്നേക്കൂ, എഴുന്നേക്കൂ, എഴുന്നേക്കൂ. ആ, പതുക്കെ, മെല്ലെ. ആകെ തളർന്നു പോയല്ലോ. നേരമാണേലും വൈകിയിരിക്കുന്നു. വീട് വരെ ഞാൻ കൊണ്ടുവിടണോ? അതൊന്നും വേണ്ട തിരുമേനി. എന്റെ ഭർത്താവ് വന്നിട്ടുണ്ടാവും. അദ്ദേഹം ഭക്ഷണം കഴിക്കേണ്ട സമയമായി. ഈശ്വര, കാണുന്നില്ല നീ ഇതൊക്കെ? നിനക്ക് ജലം നൽകി, ഭർത്താവിന് ഭക്ഷണം കൊടുക്കാനായി ശക്തി വീണ്ടെടുത്ത് ഓടുകയാണ്. ജാനകി ചോദിക്കാൻ പാടില്ലാത്തത് ചോദിച്ച പോലെ 101ാമത്തെ കുടം ഇങ്ങനെ താഴെ തള്ളിയിട്ട് നീ എന്താണ് നേടിയത്? മഹാദീപം കെടുത്തിയിട്ട് ആരുടെ ജീവിതം നശിപ്പിക്കാൻ പോകുന്നേ?
അല്ലെങ്കിൽ തന്നെ 10 മിനിറ്റ് ലേറ്റ് ആയിരിക്കാം. 7 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളാ. ചെന്ന് വിളമ്പി കൊടുക്ക്. ഉംഹും. എന്നെ കൊണ്ട് പറ്റില്ല. നീ തന്നെ ചെന്ന് വിളമ്പി കൊടുക്ക്. ഞാനോ? ഉം. നടക്കുന്ന കാര്യം വല്ലതും പറ. അമ്മേ, മുത്തശ്ശി, ദേ വല്യമ്മ വന്നു. ഏടത്തി ഇത് എവിടെ പോയതായിരുന്നു? എടുത്തി പറയില്ലാന്ന് പറഞ്ഞില്ലല്ലോ. എന്തു പറ്റി? എല്ലാരും എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ? വന്നിരുന്ന് ഭക്ഷണം കഴിക്കേ. ഒരു പൂജ ചെയ്യാൻ ഞാൻ അമ്പലത്തിലേക്ക് പോയതായിരുന്നു. അഭിഷേകം ചെയ്യുന്നത് നല്ലതാന്ന് തിരുമേനിയാ പറഞ്ഞത്. 101 കുടം വെള്ളം ഒഴിച്ചു. അതാ നനഞ്ഞത്. ശിവരാമ, വാ വന്ന് കഴിക്ക്. ഏട്ടാ, വാ വന്നിരിക്കേ. ഞാൻ വരുന്നവരെ നോക്കിയിരിക്കണോ? നിനക്കൊന്ന് വിളമ്പിക്കൂടായിരുന്നു പാർവതി? ബിജുക്കുട്ടിന് സ്വീറ്റ് കൊടുത്തില്ലേ? അങ്ങനെ ഇരിപ്പുണ്ടല്ലോ. രഘു, കഴിക്കാനിരുന്നിട്ട് എഴുന്നേക്കാൻ പാടില്ല. എല്ലാവർക്കും നനഞ്ഞു കുതിർന്ന എന്റെ തുണി കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ വേദനിക്കുന്ന എന്റെ ഹൃദയം കാണാൻ പറ്റുന്നില്ലല്ലോ. ഭർത്താവിന് പോലും മനസ്സിലായില്ലെങ്കിൽ ആ ദൈവത്തിനെങ്കിലും മനസ്സിലാവുന്നുണ്ടോന്ന് നോക്കാനാ ഞാൻ പോയത്. പെടയുന്ന എന്റെ ഈ മനസ്സിന്റെ വേദന
നിങ്ങളോടൊക്കെ പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയാഞ്ഞത്. വൈകിപ്പോയാലും നിങ്ങൾക്ക് ആവശ്യം വരുമോ എന്ന് കരുതി മാത്രം താക്കോല് ഞാൻ ഇവിടെ വെച്ചിട്ട് പോയത്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ട് നിങ്ങൾ എഴുന്നേറ്റിട്ടില്ല. അതിന് ഇന്ന് ഞാൻ കാരണമായി. ഞാൻ ചെയ്ത ഈ കാര്യം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ധീം തക്ക ധീം തക്ക ധിമിതീം ധീം തക്ക ധീം തക്ക ധിമിതീം ധീം തക്ക ധീം തക്ക ധിമിതീം ധീം തക്ക ധീം തക്ക ധിമിതീം. ഞാൻ നേരത്തെ എത്തിയോ? ഫോണും എടുക്കുന്നില്ല. എന്നോട് അകത്തേക്ക് വരണ്ടാന്നും പറഞ്ഞു. ഈ 2 മിനിറ്റ് പോലും എന്റെ മോളെ ഞാൻ മിസ് ചെയ്യാൻ പാടില്ലാന്ന് തോന്നുന്നു. വെരി ഗുഡ് ആദ്യ. ഷോർട്ട് ടൈമിൽ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. യു വിൽ ബിക്കം എ ഗ്രേറ്റ് ഡാൻസർ. താങ്ക് യു സർ. എന്റെ കാലിലെ ചിലങ്കയ്ക്ക് പുറകിൽ എന്റെ അമ്മയുടെ സ്വപ്നമുണ്ട്. ഞാൻ ഓഡിറ്റോറിയത്തിൽ കയറി ഭരതനാട്യം കളിക്കുന്നത് കാണാനാ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഫൈനൽ കോമ്പറ്റീഷനിൽ ജയിച്ചിട്ട് എനിക്ക് എന്റെ മമ്മയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്. നന്നായി, കൊള്ളാം. നന്നായി വരട്ടെ മോളെ. ഓൾ ദി ഓക്കെ സർ, ബെസ്റ്റ്. താങ്ക് യു. ഞാനെന്നാ പോട്ടെ. ശരി. എന്റെ കാലിന്റെ ചിലങ്കയ്ക്ക് പുറകിൽ അമ്മയുടെ സ്വപ്നമുണ്ട്. ഞാൻ ഓഡിറ്റോറിയത്തിൽ കയറി ഭരതനാട്യം കളിക്കുന്നത് കാണാനാ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം.
ഫൈനൽ കോമ്പറ്റീഷനിൽ ജയിച്ചിട്ട് എനിക്ക് എന്റെ മമ്മയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്. സോറി മമ്മ, കുറച്ച് ലേറ്റ് ആയി പോയി. എത്ര ലേറ്റ് ആയി? എന്റെ അമ്മ എനിക്ക് സ്നേഹത്തോടെ ചോറ് വാരി തരുന്ന ആ സമയത്തിന്റെ അത്രയും. അല്ല മമ്മ, മമ്മ അകത്തേക്ക് വന്നില്ലല്ലോ? ഏ നോ, എന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടോ അകത്ത്? അങ്ങനെ ആരുമില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കാണിച്ചു കൂട്ടുന്ന കണ്ടിട്ട് അപ്പൊ തന്നെ അയാൾ ബ്രേക്കപ്പ് ചെയ്തേനെ. കോളേജ് ആനുവൽ ഫംഗ്ഷൻ വരുന്നുണ്ട് മമ്മ. 2 പേർക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് വന്നാലും മമ്മ ഇത് മിസ് ചെയ്യരുത്, ഓക്കെ? മമ്മ മമ്മ എന്തിനാ ഇപ്പൊ കരയുന്നേ? എന്തു പറ്റി? കാറ്റത്ത് പൊടി. പിന്നെ ആദ്യ നമ്മുടെ കൂടെ ഒരാൾക്കും കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്യേ. അതാർക്കാ?